രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എല്ലാരും എന്തോന്നാ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. അത് തിരയായിരുന്നു. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. മുഹമ്മദ് സാഫി, വയനാട്. എന്താ ഉണ്ടായേ? ഡബിളാ ഡബിള്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. അപ്പൊ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്റെ പൊന്നോ ഒടുക്കത്താ. പിന്നെ ഈ നറുക്കെടുക്കാൻ വേണ്ടി കുഞ്ഞാൻ തന്നെ അതുകൊണ്ട് കൈയിട്ടു എന്ന് വിചാരിച്ചോളി. ഒന്നും ഇങ്ങോട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓക്കെ. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. ഇത് കുഞ്ഞാ അടിയിൽ വരെ കൈയിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ആ ഒരു നറുക്കിന്റെ ആ ഒരു ചീട്ട് കൊണ്ടുവരുന്നത്. അത് ശരിയാ, അത് ശരിയാ. അപ്പൊ ആളുകൾക്ക് സംശയിക്കാം, കാണുന്ന ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ വഴിയൊന്നുമില്ല. തടസ്സങ്ങൾ ഇല്ലാണ്ട് തന്നെ പോണത് 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ. അറിഞ്ഞു. പല തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാരും പാടം പച്ചർച്ചിന്നു. ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത്? ഇതൊക്കെ എന്ത് ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ? എന്താ എന്റെ കയ്യിലുള്ള എന്റെ പേര് എഴുതി നറുക്ക് എന്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. സാറിന്റെ ആത്മാർത്ഥത സംശയിച്ച സ്ഥിതിക്ക് ഞാനിനി കുടിക്കണതിൽ കാര്യമില്ലല്ലോ. ഞാൻ പോട്ടെ. അങ്ങനെ ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചുകാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ്. അത് ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തി അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ? കാരണം ഓൾറെഡി നിങ്ങളെ ഒരുപാട് പേര് വീക്ഷിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഈ ഒരു കോൺട്രവേഴ്സി കയറി പിടിക്കാൻ നിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ മാക്സിമം ചെയ്യേണ്ട എന്താണെങ്കിലും ഇത് ചെയ്തു. എന്നാലിത് ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാനല്ലേ ശ്രമിക്കേണ്ടത്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ലേ? അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ഞാൻ ശരിക്കും നോമ്പിച്ച അതിന്റെ അടി ആ ഗ്ലാസ്മക്ക് വരെ വെച്ച് തട്ടണമെന്നില്ല ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണ വെക്കാനല്ലേ ഞാൻ നോക്കുള്ളൂ. കാലിൽ എത്ര വിരലുണ്ട്? 4 5. അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി, ആൾക്കാരെ പറ്റിച്ചോനായി. അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. വേറൊരു കുട്ടിയെ കൊണ്ടോ ആൾക്കാരെ കൊണ്ടോ ഒക്കെ അന്നിട്ട് എടുപ്പിച്ചിരുന്നെങ്കിൽ അത് ആളുകൾക്ക് കുറച്ചെങ്കിലും ഈ വിമർശനം കിട്ടുന്നതിൽ നിന്ന് ഒരു കുറവുണ്ടായി. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടി ഒന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ഇതിനകത്ത് കോൺട്രവേഴ്സി വരാതിരിക്കില്ല, സംശയങ്ങൾ വരും, ആളുകളുടെ ചോദ്യം വരും. ഹലോ ഹലോ, എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ടിക്കറ്റ് ഇങ്ങനെയുള്ള കിട്ടിയിരുന്നത്. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിന്നറായ വ്യക്തികളെ കൊണ്ടുവന്നിരുത്തി സംസാരിച്ചത് കൊണ്ടും ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികം. ഇതിലൊരു ക്ലാരിറ്റി കിട്ടുന്നത് വരെ ആ നാട്ടുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് പറ്റി രമണ? ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.